മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗേൻ്റെ കയ്യിൽ നിന്നും വൈജയന്തി നല്ലൊരു അടി തന്നെ വാങ്ങിക്കുകയാണ് കേട്ടോ. ആ അടിയിൽ ഷോക്കായിട്ട് നിൽക്കുകയാണ് വൈജയന്തി. കാരണം ബാലചന്ദ്രനെ കുറിച്ച് അനാവശ്യമായിട്ടും മോശമായിട്ടും ചിത്രീകരിക്കുകയാണ്. അലീനയോട് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നോക്കാനും വന്നതും ഒക്കെ ഗംഗാധര മേനോൻ സമ്മതിച്ചത് അവർക്ക് എന്താണ് അവിഹിതം കൂട്ടിക്കൊടുക്കാനാണോ, ഇത് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ വളച്ചു തിരിച്ചാണ് വൈജയന്തി കൊണ്ടുവന്നത്. അത് ഗംഗേട്ടന് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അതിനാണ് രണ്ടടി കൊടുത്തത്. ഏതായാലും ആ ഒരു രണ്ടടിയുടെ കുറവ് നല്ലോണം വൈജയന്തിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടടിയുടെ അല്ല, 4 അടിയുടെ തന്നെ കുറവുണ്ട്. അപ്പോൾ ഏതായാലും ആ അടി ഗംഗേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് വൈജയന്തിയോട് പറയുന്നുണ്ട്, നീ ആയ സമയത്തൊക്കെ മതിച്ച് കൂത്താടി നടന്നതാണല്ലോ, പിന്നെ നിൻ്റെ ആഗ്രയിലുള്ള കഥകളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ മക്കൾ തന്നെ നിന്നെ തൂക്കിയെടുത്ത് മീനച്ചിലാറിൽ എറിയും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ വൈജയന്തിക്കും ഒരു പേടിയും അതുപോലെ തന്നെ മക്കളും ഇതെന്താ അങ്കിൾ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര മേനോനെ കുറ്റം പറയാനുള്ള എന്ത് യോഗ്യതയാണ് തനിക്കുള്ളത്? പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് ഇവളായിട്ട് തന്നെ നശിപ്പിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആകെ ദേഷ്യം പിടിച്ചിട്ട് ചൂടായി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അതേസമയം നമ്മുടെ അലീനയാണെങ്കിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം വൈജ അലീനയുടെ മുഖത്തൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പാട് നല്ലോണം മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഗംഗാധര മേനോനും മാലതിയും അവിടേക്ക് വരുന്നത്. എന്നിട്ട് വൈജ നിന്നെ അടിച്ചല്ലേ, നീ ഒരുപാട് ഇവിടെ സഹിക്കുന്നുണ്ടല്ലേ, ഏതായാലും നിന്നെപ്പോലുള്ള ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പോവല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല പോവരുത്, ഈ ഒരു അവസ്ഥയിൽ ഇവരെ ഇങ്ങനെ ഇട്ടിട്ട് പോവരുത്, നീ ഇവിടെ നിന്നാലേ എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാലതിയും പറയുന്നുണ്ട്, അതേ മോളെ നീ ഇവിടെ നിൽക്കണം, പിന്നെ നീ നിൽക്കുകയാണെങ്കിലും കുറച്ച് ഇവിടെ കഷ്ടപ്പെടുകയും അതുപോലെ തന്നെ കുറച്ചൊക്കെ സഹിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷേ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ, മോളൊന്ന് തൽക്കാലം ക്ഷമിക്കുക എന്നൊക്കെ മാലതി പറയുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, മോളറിയാത്ത ചില കാര്യങ്ങളൊക്കെ വൈജയന്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ചെറിയൊരു ക്ലൂ തരാം. എന്തായാലും ആ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അമർഷങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാക്കാനും കൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന ചിന്തിക്കുന്നുണ്ട്, എന്താ പൊത് അങ്ങനെ ഒരു ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ അലീന ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും തിരികെ പോകണം, എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, നിന്നെ ഞങ്ങൾ സ്വന്തമായിട്ടാണ്, സ്വന്തം മകളെ പോലെയാണ് കണ്ടിരിക്കുന്നത്, വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും മകളായിട്ടാണ് ഞങ്ങൾ നിന്നെ കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ ഉത്തരവാദിത്വവും നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പം ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെ മകളാണ് എന്നുള്ളത് ആ ഒരു സംഭവം കേട്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുകയാണ്. അങ്ങനെ അവർ അലീനയെ എല്ലാം ഏൽപ്പിച്ചിട്ടുള്ളൊരു പോകാനുള്ള ഒരു പുറപ്പാടിലാണ് നമ്മുടെ മാലതിയും ഗംഗേട്ടനും നിൽക്കുന്നത്.